കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ വീടിന് സമീപത്തുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണിത്. മാമൻ ക്ഷണിച്ചാൽ വരാതെക്കുമോ എന്നുള്ള ഹെഡറിലാണ് ഫ്ലെക്സ് ബോർഡ്. മെസ്സിയെ സ്വാഗതം ചെയ്തും അതോടൊപ്പം വി അബ്ദുറഹ്മാന് അഭിവാദ്യം അർപ്പിച്ചുമാണ് ഫ്ലെക്സ് ബോർഡ്. മെസ്സി എത്തുമെന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു മലയാളി ഫുട്ബോൾ ആരാധകർ, പ്രത്യേകിച്ച് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ. മെസ്സി ഈ നവംബറിൽ എത്തില്ല എന്ന് ഔദ്യോഗിക സ്ഥിരീകരണം വന്നതോടെ വലിയ നിരാശയിലാണ് ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. സ്പോൺസർമാരൊക്കെ ചാമ്പി എത്ര പറയാനുള്ളേ, ഒരു കൊണ്ടു പറഞ്ഞാണ്ട് കൊണ്ടുവരാതായി. അപ്പോൾ നമ്മളൊക്കെ കളി കാണണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പക്ഷെ അതൊക്കെ നടന്നില്ല. മെസ്സി വരില്ല, പറ്റിച്ചു. പക്ഷെ മെസ്സി വരില്ല പറയുമ്പോൾ നല്ലൊരു സങ്കടം ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണത്. ഇനി വരും തോന്നിയ കാരണം അപ്പോൾ 2-3 വട്ടം പറ്റിച്ചില്ല മന്ത്രി, ഇനി വരില്ല. മെസ്സി വരിക എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, കേരളം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ നെഞ്ചിനേറ്റുന്ന രാജ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന രാജ്യമാണ്, ഒരു സംസ്ഥാനമാണ് ഏത്, നമ്മളെ കേരളം. ഈ കേരളക്കാർക്ക് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു വികാരമാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാവരും കുട്ടികൾ മുതൽ വയസ്സായ ആൾക്ക് വരെ ഫുട്ബോളിനെ നെഞ്ചിട്ട് നമ്മളെ കേരളത്തിൽ മെസ്സിയെപ്പോലുള്ള ആൾ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശമായിരുന്നു. ആവേശമൊക്കെ എല്ലാവർക്കും ഇല്ലാണ്ട് എല്ലാവരും ദുഃഖം തന്നെയാണ്. കാരണം എല്ലാവർക്കും ഇത് കാണുന്നുള്ള അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളത് എന്താണ് അതിന് കാരണം എന്നറിയില്ല. ഏതായാലും സത്യമാണത്. എല്ലാവർക്കും ഒരു വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം വലിയൊരു ആഘോഷമായിരുന്നു അത് മെസ്സി വരിക എന്നുള്ളത്. അതിപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒന്നും അറിയില്ല, അത് ഗവൺമെൻറ് എടുത്തിരുന്ന കാര്യമാണ്. അത് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. തീർച്ചയായും വരും, നിർബന്ധമായും വരും എന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളവർ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. കാരണം അവർ മന്ത്രിമാരാണല്ലോ പറയുന്നത്, നമ്മളെപ്പോലെ അല്ല, നമുക്ക് അതിനെ പറ്റി കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരു ധാരണ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ഇപ്പോൾ വരില്ല എന്ന് കേട്ടപ്പോൾ എല്ലാവരും നിരാശ. കാരണം നമ്മൾ സ്ത്രീകൾ വരെ അതിൽ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആവേശമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വരെ അതിൽ ഭയങ്കര നിരാശ. മെസ്സി വരാത്ത വലിയ സങ്കടമുണ്ട്. മെസ്സിനെ മറഡോണ വന്ന പോലെ മെസ്സിയും വരും എന്ന് വിചാരിച്ചിരുന്നു. എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ്. കാണാൻ പറ്റാത്ത വലിയൊരു സങ്കടമായി. അടുത്ത പ്രാവശ്യമെങ്കിലും കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. വരണം, മലയാളികൾ എല്ലാവരും കൂടി മെനക്കെട്ട് കൊണ്ടുവരും എന്തായാലും അത് വിചാരിക്കണം. ആ അതെ, വരുന്നുണ്ടാവും, നമ്മൾ കൊണ്ടുവരുന്നുണ്ടാവും എന്തായാലും. അത്രയും ആൾക്കാരുണ്ടല്ലോ നമുക്ക്, ആൾക്കാർ. ആ അതെ അതെ, കൊണ്ടുവരും. എങ്ങനെയായാലും കാണാനൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ പോയി കാണണം, പുറത്തുനിന്നാണെങ്കിൽ കാണണം എന്നൊക്കെ, പുറത്തുനിന്നാണ് കാണണം പൂതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വരില്ല പറഞ്ഞപ്പോൾ ആകെ ഒരു ഇതായി. കുറേ വരും, അടുത്ത മാസം വരും, ഈ മാസം വരും, കുറേ പറഞ്ഞു പോലെ ലാസ്റ്റ് വരില്ല എന്ന് പറയണേ. വലിയൊരു നിരാശ ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ് അത്. വരില്ല അറിയുമ്പോൾ അതെ, കേരളത്തിൽ വരുന്നോണ്ട് നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വരുന്നില്ല പറഞ്ഞപ്പോൾ നമുക്കൊരു നിരാശ ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക, മതിയാ. അത്രയും ആഗ്രഹമായിരുന്നു മെസ്സി ഇപ്പോൾ കേരളത്തിൽ വരാമെന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ലൊരു ഇതാണല്ലോ. അങ്ങനെയും മെസ്സിനെ കാണാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ എന്താ, വരാൻ പറ്റിയില്ല. അവസാനം ഇപ്പം എന്താ, ആഗ്രഹിച്ചായിരുന്നു മെസ്സി വരും എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു, അങ്ങനെയും കാണാമെന്നൊക്കെ. പക്ഷെ പറ്റിയില്ല, നടന്നില്ല. ഇനിയിപ്പോൾ വരുമെന്ന് തോന്നണില്ല ഇല്ല, ഇനിയിപ്പോൾ വരും തോന്നണില്ല. മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ വീടിന് തൊട്ട് മുന്നിലുള്ള ഗേറ്റിന് മുന്നിലുള്ള മറ്റൊരു ബോർഡാണിത്. മന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച നിരവധി ബോർഡുകൾ മണ്ഡലത്തിലുടനീളം, മന്ത്രിയുടെ നാട്ടിലുൾപ്പെടെ പലയിടങ്ങളിലുമുണ്ട്. മെസ്സി വരില്ല എന്ന് ഉറപ്പായിട്ടും ഈ നിരവധി ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോഴും നിരത്തിലുണ്ട്. ഏതായാലും മെസ്സി ഇനി കേരളത്തിലേക്ക് ഉടൻ വരില്ല എന്നുള്ള ഒരു കാര്യമാണ്, ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ പറയുന്നത്. യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം.